കേരളത്തിലെ കോൺഗ്രസ് ഉണർന്നു, അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ കോൺഗ്രസ് ഉണർന്നെന്നറിയേണ്ട ആവശ്യം ആർക്കാ ഉള്ളത്? അത് ഉണർന്നാലും ഉണർന്നില്ലെങ്കിലും ഒരുപോലെ തന്നെ. പിന്നെ ഉണർന്നെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ കണ്ടൊരു സ്വപ്നമായിട്ട് വേണം വിചാരിക്കാം. അല്ലാതെ കോൺഗ്രസ് കേരളത്തിൽ ഉണർന്നൊന്നും പറയാൻ ഞാൻ തയ്യാറാവില്ല. എന്താ അങ്ങനെ ഒരു ചോദ്യത്തിന് കാരണം? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പതനം ഉണ്ടായി? 10 വർഷമായിട്ട് അധികാരം ഇല്ലാതിരിക്കുകയാണ്. ഇനി 26-ലും കൂടി ഇനി അവർക്ക് അധികാരമില്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് തീരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമല്ലേ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ എല്ലാ ജാതി സമവാക്യങ്ങൾ അനുസരിച്ച് വീതം വെപ്പ് നടത്തിയിരിക്കുന്നത്. അത് ഇതിലൊരു പ്രധാന ഘടകമുണ്ട്. ഒരിക്കലും കേരള രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ കാണുന്ന ചില കോസ്മെറ്റിക് ചേഞ്ചസ്, ചില സൗന്ദര്യം വരുത്താനുള്ള മാറ്റങ്ങളുടെ പേരിൽ ഒരു കാലത്തുണ്ടായിരുന്നൊരു പ്രതിച്ഛായ മാറ്റത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്നുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു സോഷ്യൽ എൻജിനീയറിങ്, ചരിത്രപരമായൊരു സോഷ്യൽ എൻജിനീയറിങ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തുടങ്ങിയതാണ്. സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയെ മിസ്റ്റർ ഗാന്ധി എന്ന് വിളിക്കുന്ന ഒരു പത്രം കേരളത്തിലുണ്ടായിരുന്നു. അറിയാം പേരെന്താണെന്ന്? അറിയാം. മലയാള മനോരമ സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടം എത്തുന്നത് വരെ മിസ്റ്റർ ഗാന്ധി എന്നേ പറയുള്ളായിരുന്നു, മഹാത്മാഗാന്ധി എന്ന് പറയത്തില്ലായിരുന്നു. ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ മരിക്കുന്നത് വരെ മിസ്റ്റർ ഗാന്ധി എന്ന് വിളിക്കുക. അതിന് അദ്ദേഹത്തിൻ്റെ കാരണമുണ്ട്. പക്ഷേ അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും മിസ്റ്റർ ഗാന്ധി എന്ന് വിളിച്ചിട്ടുള്ളൂ. മനോരമ പക്ഷേ സ്വാതന്ത്ര്യം കിട്ടുന്ന സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് മിസ്റ്റർ ഗാന്ധി മാറ്റി മഹാത്മാഗാന്ധിയാക്കി. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ ആരാധകരാണ്. അതിനവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. കാരണം കേരളത്തിലെ ക്രിസ്ത്യൻ വർഗീയ വിഭാഗം, എല്ലാ ക്രിസ്ത്യാനികളും അല്ല പറയുന്നത്, ആ വർഗീയ വിഭാഗം കൃത്യമായും സ്വാതന്ത്ര്യ സമരത്തിന് അനുകൂലമായ ഒരു നിലപാടായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നും അധികാരത്തിൻ്റെ കൂടെ നിന്ന് ആനുകൂല്യം അനുഭവിക്കുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് മനോരമയുടെ കൂടെയുള്ള രാഷ്ട്രീയ ചിന്തകളും ആ ക്രിസ്ത്യൻ വർഗീയതയുടെ പശ്ചാത്തലമുള്ള രാഷ്ട്രീയ ചിന്താഗതിക്കാരും കോൺഗ്രസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതാണ് ആർ ശങ്കരനെയും മുന്നത്തുള്ള രാവിനെയും ഒക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ ഭാരതത്തിലെ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ കോൺഗ്രസിനെ ഒരു ക്രിസ്ത്യൻ കോൺഗ്രസ് ആക്കി മാറ്റുന്നതിനുള്ള പരിശ്രമം തുടങ്ങിയതിൻ്റെ സാഹചര്യം. അത് പിന്നെ മുന്നോട്ട് പോയി. EMSന്റെ ഗവൺമെൻറ് വന്നു. അതും EMSന്റെ ഗവൺമെൻറ്റും ഈ ഒരു നിലപാടിനുള്ള പ്രതികരണമാണ്. തിരുവിതാംകൂർ സൈഡിൽ ആ ഞാൻ പറഞ്ഞ വർഗീയ ശക്തികളോടുള്ള പ്രതികരണവും ശബരിമല കത്തിച്ചതൊക്കെ ഒരു വിഷയമാണ്. അതുപോലെ മലബാർ സൈഡിലെ മുസ്ലിം കൊലപാതകം സംഭവിച്ചല്ലോ, അതിൻ്റെയൊക്കെ പേരിലുണ്ടായ അവിടെ മാറ്റം. അപ്പോൾ ഹിന്ദു സമൂഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ആദ്യം കേരളത്തിൽ വന്നത്. അല്ലാതെ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത സ്വീകരിച്ചുകൊണ്ടൊന്നുമല്ല. പിന്നീട് വിമോചന സമരം വന്നു. ഞാൻ വേഗം പറഞ്ഞു പോവുക. 67-ലെ ഗവൺമെൻറ്റാണ്, EMSന്റെ ഗവൺമെൻറ്റാണ് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ എത്തിച്ചത്. മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിക്കൊണ്ട് ആ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിയ രാഷ്ട്രീയത്തെ മാറ്റുന്നതിന് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് കരുണാകരൻ കണ്ട ബുദ്ധിയാണ്. മുസ്ലിം ലീഗിനെ പിടിച്ചു, കേരള കോൺഗ്രസിനെയും കൂട്ടുപിടിച്ചു, കോൺഗ്രസിനകത്തുള്ള ആന്റണി വിഭാഗത്തെയും അത് ഓൾറെഡി കൂടെയുണ്ട്. അപ്പം ക്രിസ്ത്യൻ വർഗീയ ശക്തികളെയും മുസ്ലിം വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഹിന്ദുപക്ഷത്തെ അവരെ അവഗണിക്കാതെ അവർക്കും വേണ്ട പരിഗണന കൊടുത്ത് അവരുടെ പക്ഷം പിടിച്ചല്ലെങ്കിൽ പോലും അവർക്ക് ദോഷമൊന്നും ചെയ്യാത്ത രീതിയിൽ പോകുന്നതിന് കരുണാകരൻ തയ്യാറായപ്പോഴത്തേക്ക് അങ്ങനെയാണ് വലത് വർഗീയ മുന്നണി, EMS തുടങ്ങിയ ഇടത് വർഗീയ മുന്നണിക്ക് എതിരായിട്ട് വലത് വർഗീയ മുന്നണി രാഷ്ട്രീയം കരുണാകരൻ തുടങ്ങുമ്പം കൃത്യമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും കൂടുതൽ കടക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കരുണാകരൻ ബോധപൂർവം ചെയ്ത ആ സംവിധാനമായിരുന്നു ഇന്ന് വീണ്ടും കോൺഗ്രസിന് കേരളത്തിൽ രണ്ടാമതൊരു വരവ് ആവശ്യമുണ്ടെങ്കിൽ ഹിന്ദുവിനെ അവഗണിക്കാതെ
ഹിന്ദുവിനെ അവഹേളിക്കാതെ, ഹിന്ദുവിനെ അധികവൽക്കരിക്കാതെ ക്രിസ്ത്യൻ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും കൂടെ കൂട്ടി മുന്നോട്ട് പോകുന്നതിന് തയ്യാറായിരുന്നെങ്കിൽ കോൺഗ്രസിന് സ്വാഭാവികമായൊരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കോൺഗ്രസിന് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ലീഗിനെ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചടി ഉണ്ടായത്. ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്ത് കരുണാകരൻ്റെ ആ ഫോർമുലയിലേക്ക് തിരിച്ചു പോയാൽ ഇപ്പോഴും വിജയസാധ്യതയുണ്ട്. അതിന് സാധ്യതയില്ലാത്ത കാരണം വി ഡി സതീശൻ, ഇവൻ രമേശ് ചെന്നിത്തല വരെ ഹിന്ദുവിനെ കുറിച്ച് തോന്നിവാസം പറയുന്നതിന്, അധിക്ഷേപിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത കെ മുരളീധരൻ, രാഹുൽ മങ്കൂട്ടം, വി ഡി സതീശൻ, ഈ പറയുന്ന ആളുകൾ കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹത്തിനെതിരെയും ഹിന്ദു വിരുദ്ധ വർഗീയവാദികളുടെ വക്താക്കളായി പരിശ്രമിക്കുകയും ചെയ്ത ശേഷം സമവായത്തിൻ്റെ രാഷ്ട്രീയം സാധ്യമാണെന്ന് പ്രതീക്ഷിക്കുന്നത് പോലും തെറ്റാണ്. അങ്ങനെ പറയുമ്പം ഒരുപക്ഷെ നിലപാടുകളെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് വ്യക്തമല്ലാത്തത് കൊണ്ട് ഈ സണ്ണി ജോസഫിനെ പ്രസിഡൻ്റാക്കിയത് നല്ലതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. പി ജെ കുര്യൻ ആദ്യ എം പിയുമായിട്ട് ഡൽഹിയിലേക്ക് വന്നു. അവിടെ വെച്ച് പ്രൊഫസർ കുര്യനല്ലേ എല്ലാ എം പിമാർക്കും ഒരു സ്വീകരണം കൊടുത്തു. അന്ന് ആ കേരള ക്ലബ്ബിൽ ഞാനും ഉണ്ട്. അവിടെ വെച്ച് പി ജെ കുര്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം തേറമ്പിൽ രാമകൃഷ്ണനുമായിട്ട് മത്സരിച്ചാണ് ഇലക്ഷന് ജയിച്ചത്. എന്നെ അറിയാവുന്നവരെല്ലാം തേറമ്പിലിന് വോട്ട് കൊടുത്തു, തേറമ്പിലിനെ അറിയാവുന്നവരെല്ലാം എനിക്ക് വോട്ട് ചെയ്തു. തേറമ്പിൽ രാമകൃഷ്ണൻ ആരായിരുന്നു? നമ്മുടെ ചകന ഇവിടെ മാവേലിക്കര എന്നാണ് തോന്നുന്നു. മാവേലിക്കര തേവള്ളി തേവള്ളിയാണ്, തേറമ്പില്ല, തേവള്ളി തൃശ്ശൂരാണ്. തേവള്ളി അറിയാവുന്നവരെല്ലാം എനിക്ക് വോട്ട് ചെയ്തു, എന്നെ അറിയാവുന്നവരെല്ലാം അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയാവുന്ന കൂടുതലുള്ളവരുള്ളതാണ് ഞാൻ ജയിച്ചതെന്ന് മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ കേരളം പൊതുവെ അറിയാത്തൊരു വ്യക്തിയാണ്. സൗമ്യനാണൊക്കെ ശരിയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാവായിട്ട് അറിയാത്ത ആളായതുകൊണ്ട് ആൻ്റണി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായി ഒരു മതവർഗീയതയുടെ ആളാണെന്ന് അറിയാവുന്നത് കൊണ്ട് അറിയാവുന്നവർ പോലും പലരും എതിർക്കാൻ സാധ്യതയുണ്ട്. ആള് അപ്രശസ്തനാണെങ്കിലും സണ്ണി ജോസഫ് വന്നുകൊണ്ട് ആ ഒരു ഗുണമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവരുടെ എണ്ണം കുറവായതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പലരോടും താരതമ്യം ചെയ്ത് എതിർക്കേണ്ട കാരണങ്ങളൊന്നുമില്ല. അതൊരു ഭാഗത്ത്. പിന്നെ കൃത്യമായും ഇപ്പം ലഭിച്ച സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുന്നണിയല്ല, കോൺഗ്രസ് തന്നെ ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയാണെന്ന് തെളിയിച്ചു കഴിയും. അതല്ല ജാതിയുടെ പേരിൽ UDF കൺവീനർ സ്ഥാനം, മതത്തിൻ്റെ പേരിൽ KPCC അധ്യക്ഷ സ്ഥാനം. പക്ഷേ ഈ സണ്ണി ജോസഫ് വന്നതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകളെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ ഇവർക്ക്? എൻ്റെ കണക്കൂട്ടിൽ പറ്റില്ല. കാരണം ക്രൈസ്തവ വോട്ടുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ബുദ്ധിപൂർവ്വം രാഷ്ട്രീയവും സാഹചര്യവും മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന കൂട്ടരാണ് ക്രൈസ്തവ സമൂഹം. അത് വിമോചന സമരത്തിൽ NSSനെ ഉൾപ്പെടെ കൂടെ കൂട്ടിയെടുത്തവർ കാണിച്ചെന്നതാണ്. അതുവരെ എതിർത്തുകൊണ്ടിരുന്ന മുന്നത്തുലാമിനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് വിമോചനം നടത്തിയത്. അതുപോലെ തന്നെ ഓരോരോ സന്ദർഭങ്ങളിലും മതപരമായ അവരുടെ താല്പര്യം, സാമ്പത്തികമായ താല്പര്യം, ഉദാഹരണത്തിന് ഈ മലയോര കർഷകരുടെയും ഒക്കെ കാര്യങ്ങളുടെ താല്പര്യങ്ങൾ, സാമ്പത്തികവും മതപരമായ താല്പര്യങ്ങൾക്ക് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഗുണമെന്നറിയാവുന്നത് കൊണ്ട് കേരളത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റം, അത് ഇടതും വലതും അല്ലാത്ത രാഷ്ട്രീയം വന്നാൽ അവിടെ തന്നെയായിരിക്കും ക്രിസ്ത്യൻ സമൂഹം പോകുന്നതെന്ന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ലീഗിനെ കൂടുതൽ പ്രകടിപ്പിക്കുന്നതാണ് ഇവർക്ക് ക്രൈസ്തവ വോട്ടുകൾ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. അത് വളരെ സത്യം, അത് വളരെ സത്യം. ലീഗിനെ പ്രീണിപ്പിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ പരിമിതമായ ഒരു ചർച്ചയാണ് പോലും പറയുക. കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ, കഴിഞ്ഞ ഇലക്ഷന് മുഖ്യമന്ത്രിയാകുന്നതിലേക്ക് പോലും ഉൾപ്പെട്ട ആളാണ് കുഞ്ഞാലിക്കുട്ടി. അതെ, KM മാണി ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരിൽ ഒരാളാകുമായിരുന്നു. ഒരാളല്ല, കുഞ്ഞാലിക്കുട്ടി തന്നെ മുഖ്യമന്ത്രിയാകുന്നതിനുള്ള പദ്ധതി ഉണ്ടാകുമായിരുന്നു. അത് ആ ഒരു പ്രീണനത്തിൻ്റെ രാഷ്ട്രീയം, ആ പ്രീണനത്തിന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല ഉത്തരവാദികൾ,
ഓർത്ത് നോക്കണം. കള്ളക്കടത്ത് വിഷയം, സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം ചർച്ചയായപ്പോൾ രമേശ് ചെന്നിത്തല വിമർശിച്ചു, പക്ഷെ സോണിയാഗാന്ധി വിമർശിച്ചു, രാഹുൽ ഗാന്ധി വിമർശിച്ചു, KC വേണുഗോപാൽ പോലും വിമർശിച്ചു? ഇല്ലല്ലോ. ആ മുസ്ലിംകളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം തിരിച്ചറിയുന്നത് കൊണ്ട് കേരളത്തിലെ ബുദ്ധിയുള്ള രാഷ്ട്രീയ സമൂഹം, അത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹൈന്ദവ സമൂഹമാണെങ്കിലും, ആ പറഞ്ഞ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരെല്ലാം കൃത്യമായും കോൺഗ്രസ് രാഷ്ട്രീയത്തിനെതിരായിരിക്കും. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് അസഹ്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമകാഷ്ഠയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞൊരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. പിണറായിയുടെ ഒരു ഭരണം എന്ന് പറയുന്നത് കേരള ജനതയ്ക്കൊരു പേടി സ്വപ്നമാണ്. അപകടത്തിൻ്റെ എല്ലാ സാധ്യതയും നിൽക്കുന്ന ആ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി കേരളം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പോലും കോൺഗ്രസ് പിന്നെയും കൊണ്ടുവന്ന യഥാർത്ഥത്തിൽ ആ K. സുധാകരനെ മാറ്റാതെ, ഇനി മാറ്റുകയാണെങ്കിൽ പ്രായമായെങ്കിൽ പോലും, ഞാൻ ആവർത്തിച്ച് പറയുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു അവസരം കൊടുക്കുകയായിരുന്നെങ്കിൽ. അതെ, കാരണം അത് ഉമ്മൻചാണ്ടി തകർത്ത രാധാകൃഷ്ണൻ. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ തകർത്തത് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി സ്വന്തം വിഭാഗത്തിൽ ഗ്രൂപ്പിൽ വേറെ ആരെയും വളരെ അനുവദിക്കാതെ മറ്റാർക്കോ വേണ്ടി കസേര ഒഴിച്ചിട്ടു. മറ്റാർക്കോ വേണ്ടിയല്ല, ചാണ്ടി ഉമ്മന് വേണ്ടി ഉമ്മൻചാണ്ടി കസേര ഒഴിച്ചിട്ടു. ചാണ്ടി ഉമ്മന് ആ കസേര ഇരിക്കാനുള്ള പ്രാപ്തി ഇതുവരെ ആയിട്ടുമില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയൊക്കെ വെട്ടി തകർത്തത്, ഈവൻ ബെന്നി ബെഹ്റാനെ പോലും വെട്ടി തകർത്തതിന് പിന്നിൽ ആ ഒരു അജണ്ട ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നന്മകളെക്കുറിച്ച് മാത്രം പറയുന്നതിന് മത്സരിക്കുന്ന മാധ്യമങ്ങളാണ്. രാഷ്ട്രീയ നിരീക്ഷകർ ആ കാര്യം കാണാതെ പോയി. ഗ്രൂപ്പിൽ അങ്ങനെ ഒരു അനന്തരാവകാശി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മൂലക്കിരുത്തിയത്, അതിൻ്റെ വില കോൺഗ്രസിന് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് സുധാകരൻ തന്നെയായിരുന്നു. മൂന്നാമത്തെ ചോയ്സ് ഒന്നും പറയാൻ പോലുമില്ല. അതുകൊണ്ട് ഏതായാലും ഇതിൻ്റെ പേരിലൊന്നും കോൺഗ്രസ്സിന് ഒരു ഉണരും എന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പിണറായി ചെയ്യുന്ന ദ്രോഹം, ഇടതുവർഗീയ മുന്നണി ചെയ്യുന്ന ദ്രോഹം, അത് വർദ്ധിച്ച് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നാൽ ആരെക്കാട്ടിലും എന്തായാലും ഇവർ വേണ്ട എന്നൊരു തീരുമാനം കേരളം എടുക്കുകയാണെങ്കിൽ മാത്രം ആ സാഹചര്യത്തിലേക്ക് BJP ആ സന്ദർഭം ഉപയോഗിക്കാൻ വേണ്ടി പര്യാപ്തമായ കരുത്ത് നേടിയില്ലെങ്കിൽ കോൺഗ്രസിന് ഒരു ചാൻസും കൂടെ ഒരു പക്ഷേ പ്രതീക്ഷിക്കാം. അത്രമാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.